ഹലോ. ഹലോ ചേട്ടാ, നമസ്കാരം. ചേട്ടാ, ഞാനേ നമ്മുടെ ഓണം ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ക്യാമ്പിലാണ് നിങ്ങളെ. ഇന്നലെ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാറിൽ പുലർച്ചെ ഒരു 4 മണിക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കൊരു 15 സ്റ്റുഡൻസാണ് മൊത്തമുള്ള. 9 പുതിയ അഡ്മിഷൻസ്, 6 പഴയ അഡ്മിഷൻ സീനിയേഴ്സാണ് നമുക്കുള്ള. ഇനി ആൾക്കാർ വരാണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പേര് വരാണ്ട്. ഇന്നലത്തെ ക്ഷീണത്തിൻ്റെ വയ്യ. പിന്നെ നമുക്ക് ഇന്നൊരു പുതിയൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് പോണ വഴി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പരസ്യത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങിയിട്ട് 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പം നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ ഉദ്ദേശിക്കണേ? അല്ലേ 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 ഓക്കെ അല്ലേ? ഒന്നല്ല, നമ്മൾക്ക് എനിക്കും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ. താല്പര്യമുള്ള ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്തവരെ നമ്മൾ വന്ന് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ കേട്ടാ. എന്തുടാ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ പരസ്യം കണ്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഡബിൾ മൈൻഡിലാണ് വന്നത്. എത്രത്തോളം നമുക്ക് പിന്നെ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ വന്നതിനാൽ ഒന്ന് പിടിച്ചേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. പക്ഷേ ഈ ക്യാമ്പ് ഒരു ദിവസം തന്നെ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരാളെ അടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഡിഫെൻഡ് ചെയ്ത് മാക്സിമം നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ശരീരം നമുക്ക് വഴങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്യാമ്പ് വരും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ എഫക്റ്റീവ് ആവുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ പല മാർഷൽ ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ആക്ഷൻ മാത്രമാണ്. നമുക്കൊരു ടൂർണമെൻറ്റിൽ യൂസ് ചെയ്യാന്നുള്ളതിന് മാത്രമേ ഇതിനെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷേ ഓറ ബോക്സിങ്ങിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ സ്ട്രീറ്റ് ഫൈറ്റ് ആണ് പഠിക്കുന്നില്ല. നമ്മൾ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, സ്വയരക്ഷയ്ക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഓറ ബോക്സിങ് തന്നെ പഠിക്കണം. ഇത് ദൈവാധീനം ഇല്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല. എൻ്റെ അനുഭവം തന്നെ സാക്ഷിയാണ്. ഞാനിത് പഠിക്കാൻ വേണ്ടി സാറിന് ആദ്യം 1000 രൂപ ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തു. 2-3 തവണ എനിക്ക് പല ക്യാമ്പ് വെച്ചപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഈ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടായിരിക്കുന്ന വെച്ച് ഞാൻ 2000 രൂപ ബാലൻസും കൂടെ പേയ്മെൻറ്റ് ചെയ്തു. എന്നിട്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് ഫുഡിൻ്റെ ഒരു ഫുഡ് പോയ്സൺ ആയിട്ട് അങ്ങനെ പോയി. ഈ ക്ലാസ്സിൽ എങ്ങനെയും പങ്കെടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാസർഗോഡ് നിന്ന് ഞാൻ കളമശ്ശേരി വന്ന് അവിടെ ഇന്നലെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നു കളമശ്ശേരി. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ക്ലാസ്സിന് വരുന്നത്. അടിപൊളി ക്ലാസ്സാണ്, പങ്കെടുക്കുന്ന ആർക്കും മിസ്സാവില്ല. താങ്ക് യു. ഞാൻ ക്യാമ്പിന് വരുന്നതിന് വളരെ പേടിയോടുകൂടി ആളായിരുന്നു. പക്ഷെ ക്യാമ്പിൽ വന്നപ്പോൾ വളരെ ഫ്രീ ആയിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നൊരു ക്യാമ്പ് കൂടിയാണ്. അപ്പോൾ ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം എന്ന് പറയാം, ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി.
നല്ല ബിസി ആയിപ്പോയി. തേർഡ് ബാച്ച് അന്ന് ഭയങ്കര ഡെഡിക്കേഷനൊക്കെ ഉള്ള കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഡെഡിക്കേഷൻ ഇട്ട് പോയി. അപ്പോൾ സമയം കിട്ടിയില്ല, ഒന്നിനും വയ്യാണ്ടായി. ഫുൾ ടൈം ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമായി ഇങ്ങനത്തെ നല്ല ബാച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ട്. കാരണം ഞാൻ കൂടുതലും ലാസ്റ്റ് ബാച്ചാണ് എടുക്കുക, സീനിയേഴ്സിനെ എടുക്കുക. അപ്പോൾ ഈ ബാച്ചിൽ കുറേ പേരുള്ള എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ കാലത്ത് പറഞ്ഞോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, വീഡിയോയുടെ മുന്നേ നമ്മളൊരു ചെറിയ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് വരുമ്പോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, കാണാത്തവർ വീഡിയോ ചെക്ക് ചെയ്യുക. നെഗറ്റീവ് കമന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഗ്രൂപ്പുകളിൽ. പക്ഷെ ഇപ്പൊ അതിന്റെ കുറച്ചുകൂടി എക്സ്ട്രീം ലെവൽ സാധനം വന്നു. നമ്മുടെ അഡ്മിഷൻ എടുക്കണവരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കുറ്റം പറയാം. ഇത് സൈബർ സെല്ലിൽ നമുക്ക് കേസ് കൊടുക്കാം, മിസ്ഇൻഫർമേഷൻ തെറ്റാ പാസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഇത് ആളൊരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആള് നമ്മുടെ ക്ലാസ് പങ്കെടുത്ത ആളെയാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് ആളുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആളെ നമ്മളിപ്പോ വിളിച്ചിട്ട് ഡീൽ ചെയ്യാൻ പോണേ. എന്താണ് ഉദ്ദേശിക്കണേ? കാരണം ഇതൊക്കെ ചെറിയ സാധനങ്ങൾ നമ്മൾ വിട്ട് കളഞ്ഞാൽ അത് പറയില്ലേ, നുറയിലെ നുള്ളിക്കളയണെന്ന് പറയില്ലേ, മുളയിലെ നുള്ളിക്കളയെന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ ചെയ്യാൻ പോണത്. നമ്മള് എന്താ നടക്കാൻ നമുക്ക് ഇനി നോക്കാം. ഒരു അതിനെ പറ്റിട്ട് എന്തോ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു അല്ല, അയാള് എന്തോ പറഞ്ഞ തട്ടിപ്പാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല ചേട്ടാ. കാരണം ഇനി ദയവ് ചെയ്ത് നമ്മളൊരു സൈഡിൽ കൂടെ നമ്മുടെ വഴിക്ക് പോവാ. നമ്മളൊരു ആർട്ടിസ്റ്റ് കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവാ. ചേട്ടൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേട്ടൻ വരണ്ട. മറ്റുള്ളവരെ, അതായത് വരണ ആൾക്കാരെ, ചേട്ടൻ പരിചയക്കാരെ ചേട്ടൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ അഡ്മിഷൻ എടുത്ത ആൾക്കാരെ ദയവ് ചെയ്ത് വിളിച്ച് തരത്തിലൊന്നും പറയരുത് കേട്ടാ. അല്ല, ചേട്ടന് ഇനിയും പഠിക്കാൻ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. കാരണം ചേട്ടന് ഇനിയിപ്പോ അന്ന് ചേട്ടന് വന്നതിന് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്, ചേട്ടന് ക്ലാസ്സിൽ വരാൻ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇനിയും ക്ലാസ്സിൽ പങ്കെടുക്കാം. നമുക്ക് നല്ലൊരു സഹകരിച്ച് മുന്നോട്ട് പോവാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ഈ ആഴ്ച കൂടി എക്സാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സി. നമ്മളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. വന്ന ആൾ ഫേക്ക് ആയിരുന്നു ഗൈസ്. ഇതുവരെ വരാത്ത ആളായിരുന്നു നമ്മൾ കുറ്റം പറഞ്ഞ. നമ്മൾ പൊക്കി എവിഡൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സേഫാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം.